ഹലോ, അസ്സാം വലൈക്കും. രാവിലെ നല്ല പെരുമഴയായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് ഞാൻ. അങ്ങനെ പോയി കുളിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഷോപ്പിൽ പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചപ്പാത്തി കഴിച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതും ചപ്പാത്തിയും കൂടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി ഷോപ്പിലത്തെ ലൈറ്റ് ഓൺ ചെയ്ത് നേരെ പോവുകയാണ്. മറ്റേ ന്യൂ ഷോപ്പിൽ കണ്ട പോണത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ പോയപ്പോൾ ഇതാ പുതിയ മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ വെച്ചത്. ഇനിയും ബാക്കി വെക്കാണ്ട്. അപ്പോൾ ആ പണി ഇനി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചായയെല്ലാം കുടിച്ച് ബിസ്ക്കറ്റും ചായയും അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറേ പണി വാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമായപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഇതിൽ നിൽക്കുക കേട്ടോ. ബിരിയാണി ആയിരുന്നിട്ട് ഫുഡ് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുഡ് ബിരിയാണി നമുക്ക് മേടിക്കാമെന്നുള്ളതിൽ അങ്ങനെ എല്ലാവരും ബിരിയാണി വാങ്ങിച്ച് ഹാപ്പിയായി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. മന്തി റൈസ് ആയിരുന്നു. അത്ര റേറ്റൊന്നും വരുന്നില്ല, 100 രൂപ വരുന്നുള്ളൂ ഹാഫിന്. ഒരാൾക്ക് കഴിക്കാനുള്ള അത്ര ബിരിയാണി ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മയോണീസും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കട്ടെ. എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഒരു ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഉള്ളൊരു ആ ഒരു ആവേശത്തിൽ വാങ്ങുക കേട്ടോ. അപ്പം അങ്ങനെ അതൊരു രസമാണ് എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ടീമിൽ ഒരു ചേച്ചി വാങ്ങണില്ല കേട്ടോ. അതിന് നോൽമ്പായ കാരണം ഇതൊന്നും പറ്റില്ല. അപ്പോൾ അവർ ഫുഡ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാനേജറും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചോറിനുമ്പോൾ ആ ഒരു ടൈമിൽ എത്താറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ്. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസ് ചെയ്യുമ്പോൾ. മഴേൻ്റെ ഒരു എയറാന്ന് തോന്നണം. ഭയങ്കര വേറെ എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അങ്ങനെ നേരെ ഷോപ്പിലേക്ക് പോകണം. ബാക്കിയുള്ള 2 കുറിപ്പുകൾ നോക്കുക കേട്ടോ. അവരവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോ പട്ടി ഷോ ഒക്കെ നടത്തണം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതാ പണിയൊക്കെ കിട്ടിയിരിക്കണം. ഞങ്ങൾ വീണ്ടും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഇനി ഇതൊക്കെ ഫില്ല് ചെയ്യാണ്ട് ഇവിടുത്തെ ഈ ന്യൂ ഷോപ്പൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ ഇതിപ്പോൾ സെയിൽ ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇവിടുത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുള്ളൂ. എല്ലാവരും വരിക. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ മെറ്റീരിയലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം എല്ലാവരും വായിട്ടോ. അങ്ങനെ വീണ്ടും ഓരോ പട്ടി ഷോ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ലൈമൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകാൻ നേരത്താട്ടോ മൈലാഞ്ചി ഇട്ടത്. മൈലാഞ്ചി ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ ഷെയ്താനെ കൊണ്ട് ഒന്ന് ഇടിപ്പിക്കണോ എന്നിങ്ങനെ വിചാരിക്കാമെന്നല്ലാണ്ട് ഇടിക്കൽ നടക്കലില്ല കേട്ടോ. അങ്ങനെ പോകാൻ നേരമാകുമ്പോൾ ഞാൻ അവളെ കൊണ്ടൊന്ന് മൈലാഞ്ചൊക്കെ ഇടിപ്പിച്ച്. മൈലാഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടും. പരിപാടി ഇന്നതൊന്നും വേണമെന്നില്ല, ഇടയ്ക്ക് കണ്ടാലും ഇട്ടു പോകും. പെരുന്നാളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഖേദം ഇപ്പം തീർക്കണം കേട്ടോ. ഇതിൽ നന്നായിട്ട് അവൾ ഇട്ടാ. പിന്നെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇട്ടുന്നത് കേട്ടോ അവൾ. എന്തായാലും താങ്ക്സ് ഷൈദാനോട്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി കുറേ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.